ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. നമുക്കിന്ന് പുതിയൊരു അക്ഷരം, കൂട്ടക്ഷരം പഠിക്കാം. വാക്കുകളിലൂടെ നമുക്ക് കൂട്ടക്ഷരത്തിലേക്ക് വരാം. ഓക്കെ. എസ്റ്റർഡേ എന്ന് വെച്ചാൽ എന്താ? എസ്റ്റർഡേ ഇന്നലെ, അല്ലേ? എസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ, അങ്ങനെയല്ലേ പറയാം? എങ്ങനെ അത് മലയാളത്തിൽ എഴുതുക? ഒരു കൂട്ടക്ഷരം പഠിച്ചിട്ടുണ്ടോ? എഴുതി നോക്കാം. ഈ ന ലെ. എസ്റ്റർഡേ എന്ന് പറയുന്നതിന്റെ മലയാളമാണ് ഇന്നലെ. ഉണ്ടോ? ഇവിടെ ഏതക്ഷരമാണ് നമുക്ക് പരിചയമില്ലാത്തത്? ഈ നമുക്ക് പരിചയമുണ്ട്, ഇല്ലേ? ലേ അതും പരിചയമുണ്ട്. പിന്നെ ഏതാണ് സംശയം? ഇതാണ്, അല്ലേ? എന്താ? നാ എഴുതി ഒരെണ്ണമാണ് നമ്മൾ കൂടെ എഴുതി. അപ്പൊ എന്താ? ന. എന്താണ്? ന. കിട്ടിയോ? അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് കണ്ടോ? ഇന്ന്, ഇന്നത്തെ. ഏതക്ഷരാണ് യൂസ് ചെയ്തത്? ഏതക്ഷരം? ഏത് കൂട്ടക്ഷരാണ്? ഉണ്ടോ? അപ്പൊ കിട്ടിയോ? യെസ്. അപ്പൊ ഇന്നലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞതും കൂടെ എഴുതിയാലോ? ഈ ഇന്ന്. അപ്പൊ എന്താ? ഇന്ന്. എന്താ? ഇന്ന്. അടുത്ത നോക്കിയേ. 1, 2. ഇതെന്താ? 1. അപ്പൊ എങ്ങനെ എഴുതാ? ഓ ന്ന്. എന്താ? 1. നാലാമത്തെ എഴുതാം. മെഡിസിൻ. എന്താണ്? മെഡിസിൻ. മാ രു ന്ന്, അല്ലേ? മരുന്ന്. എന്താ? 1, ഇന്ന്, ഇന്നലെ, മരുന്ന്. ഇനിയുണ്ട്. അടുത്ത നോക്കിയേ. ക ഡ ന ഇൽ. കടന്നൽ. എന്താണത്? വാസ്പ്. കേട്ടിട്ടുണ്ടോ? വാസ്പ്. അതാണ് കടന്നൽ. എന്താണ്? കടന്നൽ. അടുത്തത് പ റ നു. ഫ്ലൈ ചെയ്തു. പറന്നു. എന്താണ്? പറന്നു. കിട്ടിയോ? പറന്നു. അടുത്തത് 7ാമത്തെ ഇവിടെ എഴുതാം. ഈ ഡി മി ന ഇൽ. ഈ ഡി ഇടി മി ന ഇൽ. മിന്നൽ. കൂട്ടി വായിക്കുമ്പോ ഇടിമിന്നൽ. എന്താണ് ഇടിമിന്നൽ? തണ്ടർ സ്റ്റോം. എന്താണ്? തണ്ടർ സ്റ്റോം. ഉണ്ടോ? അപ്പൊ നമ്മളിന്ന് പഠിച്ചത് ന, ഈ കൂട്ടക്ഷരമാണ്. ഏതൊക്കെ വാക്കുകളാണ്? 7 വാക്കുകൾ നമ്മൾ പഠിച്ചു. ഇന്നലെ, ഇന്ന്, 1, മരുന്ന്, കടന്നൽ, പറന്നു, ഇടിമിന്നൽ. ഉണ്ടോ? ഇതെല്ലാം എന്താണ്? ന. എങ്ങനെ എഴുതാ? സ്പ്ലിറ്റ് ചെയ്ത് എഴുതരുത്, ഒരുമിച്ച് തന്നെ എഴുതണം. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതിട്ടാ. ഉണ്ടാ? ഓക്കെ. നന്നായിട്ട് വായിക്കണം കേട്ടോ. ഇതുപോലത്തെ ഇനി ഈ കൂട്ടക്ഷരം നിങ്ങൾ വായിക്കുന്ന സ്റ്റോറി ബുക്കിലേക്ക് എവിടെയെങ്കിലൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. വായിക്കുക തന്നെയാണ് കുറുക്കു വഴിയുള്ളൂ, വേറെ ഒരു കുറുക്കു വഴിയില്ല. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി. ശുഭദിനം.